ഹലോ ഗായ്സ്. ഞാൻ ഇതുവരെ ജർമ്മനി വന്നിട്ട് ഇതുവരെ എൻ്റെ വിറ്റമിൻ ഡിയും അയണും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. നോർമലി നമുക്കിവിടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഐ കെയിം അക്രോസ് ഒരു സംഭവം നമുക്ക് ഡി എമ്മിൽ പാക്കറ്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം മേടിക്കാൻ പറ്റും. ആൻഡ് ഐ ബോട്ട് ഇറ്റ്. ഇത് വിറ്റമിൻ ഡിയുടെ, ഇത് ഐസൻ എന്ന് പറയുന്ന അയണിൻ്റെയുമാണ്. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് ടെസ്റ്റ് അറ്റ് ഹോം. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. അയൺ ടെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഫാസ്റ്റിംഗ് ചെയ്ത്, അതായത് ഫുഡ് കഴിക്കാണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അയണിൻ്റെ ലെവൽസ് മാറിയും കയറിയൊക്കെ ഇരിക്കും. വിറ്റമിൻ ഡിക്ക് അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബട്ട് ഐ തോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം 2 needles and 1 solution. ഫസ്റ്റ് ഈ പാക്കറ്റ് പൊട്ടിച്ച് ഇതിനകത്ത് സംഭവം വെളിയിലെടുത്ത് വെക്കാനാണ് പറയുന്നത്. ഇതാണ് ടെസ്റ്റിൻ്റെ ഇത്. ഒരു പിപ്പറ്റ് ഉണ്ട്, ഒരു പൈപ്പ് പോലത്തെ ഒരു സംഭവം. നെക്സ്റ്റ് ഈ സൊല്യൂഷൻ. നമുക്കൊരു ബാൻഡേജും കൂടെ ഉണ്ട്, അത് കൊള്ളാം. ഒരു ആൽക്കഹോൾ പ്രപ്പുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ആൽക്കഹോൾ എടുത്ത് വൈപ്പ് ചെയ്യാം. അതായത് റിംഗ് ഫിംഗർ അല്ലേ, അതാണ് എടുക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഫുള്ളി തിരിക്കണം. ആൻഡ് ഞാനൊരു ഫ്രണ്ടിൽ ഒരു സൈഡിലായിട്ടാണ് കുത്താൻ പോകുന്നത്. അമ്മയ്ക്ക് കുത്തണം. ചെറുതായിട്ട് വരാൻ തുടങ്ങി. നമുക്കത് ഇച്ചിട്ടും കൂടെ വരുത്താം. ബ്ലഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ പിപ്പറ്റിൽ നമുക്ക് എടുക്കാം. ആക്ച്വലി ഇത് ഞെക്കരുത് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ അല്ലാണ്ട് എടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഞെക്കാണ്ട് തന്നെ അത് ഇതിൽ കയറുന്നുണ്ടോ ബ്ലഡ്? എസ് എന്ന് പറയുന്ന കോളത്തിൽ ഇതിപ്പോൾ ഞെക്കി നമുക്ക് താത്തിയിടാം. ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഡ്രോപ്പ്. ഓക്കെ, നമുക്കിനി ഇത് വെയിറ്റ് ചെയ്യാം. ഒരു 5 minutes വെയിറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. ആക്ച്വലി സിയും ടിയും ഒരുമിച്ച് റെഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അയൺ ഓൾറെഡി അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. അപ്പം ടി ആയിട്ട് വരുവാണെങ്കിൽ അത് ആ ടെസ്റ്റ് ഇതാവാഞ്ഞിട്ടാണെന്നാണ് വരുന്നത്. അതായത് ടെസ്റ്റിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അങ്ങനെ അത് കറക്റ്റ് അല്ല എന്നാണ് വരുന്നത്. ആൻഡ് സി മാത്രമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അയൺ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് സഫീഷ്യൻ്റ് ആയിട്ട് പോലും അയൺ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 5 minute വെയിറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ടെസ്റ്റ് റിസൾട്ട്. എനിക്ക് സി മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്.